ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ, ആറ്റുവൽ പൊങ്കാലയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൗണ്ടുകളും പാട്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുന്ന സമയത്ത് പൊങ്കാല പൊങ്കാല ആ പാട്ടൊക്കെ കേട്ടെന്ന് വരും, ക്ഷമിക്കുക. S23 Ultra ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി. ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് നാൾക്ക് ശേഷം എൻ്റെ ഫസ്റ്റ് സാംസങ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ അന്ന് യൂസ് ചെയ്ത Note 8ഉം ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന S23 Ultrയും എങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ S22 യൂസ് ചെയ്യുന്ന ഒരുത്തനാണ് നിങ്ങളെങ്കിൽ, ഒരു ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, ഈ ഫോണ് വെർത്താണോ? എല്ലാം നമുക്ക് നോക്കാം. ഒന്നാമത്തത്, S22 ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരാൾ ഇത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയും വേണ്ട എന്നുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് ക്യാമറ, അതായത് വീഡിയോ ക്യാമറ അല്ലെങ്കിൽ ക്യാമറയിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. കാര്യം S22 വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള, അതായത് കാണാൻ പറ്റുന്ന ഒരു ചേഞ്ച് വരുന്നത് ഇതിൻ്റെ ക്യാമറാസിലാണ്. ഓൺ സ്പെക്ക് അല്ല, സ്പെക്കിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാത്ത പക്ഷം ഇതിൻ്റെ ഒരു സ്പെക്ക് ഷീറ്റ് അല്ലെങ്കിൽ സ്പെക്ക് വൈസ് ഉള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പറഞ്ഞു പോകേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം S23 Ultra എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഫ്ലാഗ്ഷിപ്പ് സ്പെക്കുകളായിരിക്കും ഇതിനകത്ത് വരിക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫോണിൻ്റെ കൂടെ ഒരു വെള്ള കേസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് കേസ്. ആക്ച്വലി സാംസങ്ങിൻ്റെ അവിടെ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇതിൻ്റെ സ്ട്രാപ്പ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ ഊരിക്കളഞ്ഞു. ഈ ഒരു കേസ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് കംഫർട്ടുള്ളൊരു ഡിവൈസ് ആണെന്ന് അറിയാമോ? ഹാൻഡ്സ് ഓൺ ഫീൽ S22 വെച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര ഗ്രിപ്പ് നമുക്ക് S23 Ultrയിൽ ഫീൽ ചെയ്യും. ഒരു ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എഡ്ജ്, അതായത് ആ കർവ് അത്രത്തോളം നമ്മുടെ സാംസങ് ഗാലക്സി S23 Ultrയ്ക്കകത്ത് വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ബട്ടൺ കിഡിലം ഫീലാട്ടോ. ഈ ബട്ടൺസ് ഭയങ്കര ടാക്ടൈൽ ഫീലാണ്. ലൈക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് പവർ ബട്ടൺ ആയാലും വോല്യൂം റോക്കർ ആയാലും ആ ഫീൽ അടിപൊളിയാണ്. പിന്നെ നമ്മൾ പോക്കറ്റിനകത്തേക്ക് ഇടുന്ന സമയത്ത് ഇതങ്ങ് സ്ലൈഡ് ചെയ്ത് കയറിപ്പോവും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷൻ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയിൽ ഞാനൊരു ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് സെൽഫ് ഹീലിംഗ് ഫിലിം എന്നാണ് അവർ പറയുന്നത്. UV ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കാനായിട്ട് ഞാൻ നോക്കിയ സമയത്ത് അതിനകത്തുള്ള പ്രശ്നം, ടച്ച് കറക്റ്റായിട്ട് റെസ്പോൺസീവ് ആവില്ല. ഇടയ്ക്കിടയ്ക്ക് ടച്ച് മിസ്സാവുന്നുണ്ട്. ആദ്യമൊന്നും ഒരു കുഴപ്പമില്ല, ഒരാഴ്ച 2 ആഴ്ച കഴിയുന്ന സമയത്ത് ടച്ച് ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നുണ്ട്. ഈ ഒരു ഫിലിമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സെൽഫ് ഹീലിംഗ് ആണെന്നുണ്ടെങ്കിലും ചില മാർക്കുകൾ ഹീലാവൂല. അതായത് നമ്മുടെ സ്ക്രാച്ചുകൾ മൊത്തം ഇങ്ങനെ വരച്ച് വെച്ചതുപോലെ ഇങ്ങനെ കിടക്കും. അതാണ് ഈ ഒരു ഫിലിമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ 2 തരത്തിലും ഏറ്റവും സൂക്ഷിച്ച് അതായത് ഏറ്റവും ശ്രദ്ധയോടുകൂടി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത്ര മാത്രമേ പറയാൻ പറ്റൂ. ഇനി ക്യാമറ 200 മെഗാ പിക്സലിൻ്റെ പ്രൈമറി, പിന്നെ 10 മെഗാ പിക്സൽ, 10 മെഗാ പിക്സൽ, 12 മെഗാ പിക്സൽ എന്നിങ്ങനെയാണ് വരുന്നത്. ആക്ച്വലി ക്യാമറയുടെ കാര്യം അന്ന് ഞാൻ ഫസ്റ്റ് ഇംപ്രഷനിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഒരു രക്ഷയില്ലാത്ത ക്യാമറ. വീഡിയോ ആണ് ഇതിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല സാംസങ്ങിൻ്റെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് പ്രോ ഫോട്ടോയും നമുക്ക് എടുക്കാം, പ്രോ വീഡിയോയും നമുക്ക് എടുക്കാം. നൈറ്റ് ഫോട്ടോഗ്രാഫി, ഫുഡ് ഫോട്ടോഗ്രാഫി, പാനോറമ, പിന്നീട് സൂപ്പർ സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ്, പോർട്രേറ്റ് വീഡിയോ, ഡയറക്ടേഴ്സ് വ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് ക്യാമറയും റിയർ ക്യാമറയും ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ. പിന്നീട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ട് സെൽഫി ക്യാമറയിലേക്കും റിയർ ക്യാമറയിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ബട്ടൺ അമർത്തിയിട്ട് നിങ്ങൾക്ക് കണ്ടോ, റിയർ ക്യാമറയിലേക്കും ഫ്രണ്ട് ക്യാമറയിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ലെൻസിലേക്കും സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ലെൻസിൽ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈഡ് ആംഗിളിൽ നിന്ന് നമ്മുടെ പ്രൈമറിയിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു ഒരു ബട്ടൺ ഇടുന്നത് പോലെ ഒരു ചേഞ്ച് കാണാൻ പറ്റും. അത്രത്തോളം ഫ്ലോയിലല്ല വന്ന് സ്വിച്ച് ആവുന്നത്. അത് മാത്രമാണ് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്. അതായത് ഇങ്ങനെ ഒരു ടക്ക് എന്ന് പറഞ്ഞതിൻ്റെ എവിടെ വന്നിരിക്കുന്ന ഒരു ഫീല് വരും. ഇതിൻ്റെ അകത്ത് പ്രോ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് മൈക്രോഫോൺ എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫ്രണ്ട് മൈക്രോഫോൺ ആണോ വേണ്ടത് അതോ റിയർ മൈക്രോഫോൺ ആണോ വേണ്ടത് എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെല്ലാം ആസ് എ ക്രിയേറ്റർ എനിക്ക് പലതരത്തിലുള്ള വീഡിയോസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫോണ് സെൽഫി എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും എല്ലാം അടിപൊളിയാണ്. എന്നാൽ ഒരു പെട്ടെന്ന്, അതായത് ഫാസ്റ്റായിട്ട് നിങ്ങൾക്കൊരു സെൽഫി എടുക്കണമെന്ന് വെച്ചാൽ കാര്യം നടക്കില്ല. കുറച്ച് ടൈം എടുക്കും. ഷട്ടൽ ലാഗ് നല്ലതുപോലെ ഉണ്ട്. അതെനിക്കൊരു മേജർലി ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് തോന്നി. പൊതുവേ ഞാനിപ്പോൾ എനിക്ക് സെൽഫി എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഐഫോണാണ്. ഐഫോണിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഷട്ടൽ ലാഗ് ഉണ്ട്. ഐഫോണിൽ ബ്ലറി ഫോട്ടോസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. എന്നാൽ നമ്മുടെ സാംസങ് ഗാലക്സി S23 Ultrയ്ക്കകത്ത്
ബ്ലറി ഫോട്ടോസ് കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള പക്ക ഫോട്ടോ കിട്ടും. എന്നാൽ ഒരു 2-3 സെക്കൻഡ് നിങ്ങൾ സ്പെയർ ചെയ്യേണ്ടിയും വരും. ഡീറ്റെയിൽസ് ഭയങ്കര അടിപൊളിയായിട്ട് ഓരോ ഇമേജിലും വരുന്നുണ്ട്. അത് വൈഡ് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ടെലിഫോട്ടോ നോക്കിക്കഴിഞ്ഞാലും പ്രൈമറി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡൈനാമിക് റേഞ്ച് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം എക്സൈറ്റഡ് ആയിക്കൊണ്ടിരുന്നത് S23 Ultra വെച്ചിട്ട് മൂണിൻ്റെ ഫോട്ടോ എടുക്കാനാണ്. പക്ഷേ അത് AI ജനറേറ്റഡ് ആണെന്ന് പറയുന്നു. എനിക്കും അത് കാണുന്ന സമയത്ത് അത് തന്നെയാണ് തോന്നുന്നത്. എപ്പോൾ നമ്മൾ മൂണിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും ഒരേ ഡിസൈനിലുള്ള മൂണായിരിക്കും. പക്ഷേ ലോജിക്കലി നോക്കുന്ന സമയത്ത് മൂണെപ്പോഴും ഒരേപോലെ ആണല്ലോ ഇരിക്കണേ. അപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. നൈറ്റ് ഫോട്ടോഗ്രാഫി അത്ര നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തൊരു കാര്യമല്ല. എന്നാലും അത്യാവശ്യം തരക്കേടില്ലാതെ കാര്യം നമുക്ക് വിസിബിളാക്കി തരും. ഇരുട്ടത്തുള്ള സാധനത്തിനെ വെളുപ്പിച്ച് തരും. അത് ഞാൻ പറയാമല്ലോ. ഇനി നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യമാണ്. പെർഫോമൻസ് ഇപ്പോൾ ക്യാമറയുടെ സൈഡിലുള്ള എല്ലാ സാമ്പിൾസും ഞാനൊരു ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിരിക്കാം, നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു രക്ഷയില്ല. അത് നിങ്ങൾ നോർമലി 1 UI 5.1 യൂസ് ചെയ്യുന്നതായാലും അതുപോലെ തന്നെ നിങ്ങൾ ഗെയിമുകൾ കളിക്കുന്നതായാലും പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏതൊരു ഗെയിം ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് കളിച്ച് നോക്കിക്കഴിഞ്ഞാലും അടിപൊളിയായിട്ട് വർക്കാവും. ഭയങ്കര സുഖമാണ്. ആൻഡ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് നോക്കുന്ന സമയത്ത് ഈ സ്ക്രീന് വല്ലാണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ അകത്ത് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടി ഫോണിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇതിൻ്റെ സ്ക്രീന് നമ്മൾ മിസ് ചെയ്യും. ഇനി ഹീറ്റിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20% താഴെയൊക്കെ ചാർജ് വന്നതിന് ശേഷം നിങ്ങൾ ചാറ്റ് ചെയ്താലോ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്താലൊക്കെ സ്ലൈറ്റായിട്ടൊന്ന് വാമാവും. ഹീറ്റൊന്നും ഞാൻ പറയില്ല, ഒരു വാംനെസ് ഉണ്ട്. ക്യാമറ യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ചൊന്ന് വാമാവാറുണ്ട്. ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഹീറ്റോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടാവുക തിളയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇന്നേ വരെ യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്തില്ല. ഇനി ലോങ് റൺ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഉറപ്പായിട്ട് ഒരു വീഡിയോയിൽ ഇടാം. ബാക്കി പർപ്പസിൽ ഫോൺ ഹീറ്റ് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഫൈനലായിട്ട് എടുത്ത് പറയേണ്ടത് ബാറ്ററി ബാക്കപ്പ് ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നിങ്ങൾ 100% ആക്കി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡേ പ്ലസ് ഡെഫിനറ്റായിട്ട് കിട്ടും. നിങ്ങൾ എത്ര ഹൈ എൻഡ് യൂസ് ആണെന്നുണ്ടെങ്കിലും, അതായത് നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറേ സ്ക്രോൾ ചെയ്യുന്നവരാണ്, ഇൻസ്റ്റഗ്രാം വാട്സപ്പിൽ കുറേ ചാറ്റ് ചെയ്യുന്നവരാണ്, ഫോട്ടോ എടുക്കുന്നവരാണ്, വീഡിയോ എടുക്കുന്നവരാണ്, ഏറ്റവും ബാറ്ററി ഡ്രെയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ക്യാമറ യൂസ് ചെയ്യുന്നതാണ്. അത്രയും യൂസ് ചെയ്താൽ പോലും നിങ്ങൾക്കൊരു 10% താഴെയൊക്കെ നിങ്ങൾ രാത്രി ഒരു 11-12 മണിക്ക് തിരിച്ച് വീട്ടിൽ കയറുന്ന സമയത്തുണ്ടാവും. ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി എനിക്ക് S23 Ultrയ്ക്കകത്ത് ഡെഫിനറ്റായിട്ട് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ S23 Ultra നിങ്ങൾ എടുക്കണോ വേണ്ടേ എന്നുള്ളതിൻ്റെ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ എടുക്കാവുന്നതാണ്. ആൻഡ് ഞാൻ ഈ റിവ്യൂവിൽ ഉദ്ദേശിച്ച് എന്താണെന്നറിയാമോ, നിങ്ങൾക്കൊരു ഐഡിയ തരിക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഫോൺ വാങ്ങണോ വേണ്ടേ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ ഫീൽ ചെയ്യും. എന്നിട്ട് ബാക്കി നിങ്ങളുടെ ഡിസിഷനാണ്. 1,32,000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് തരുന്ന ഫീച്ചേഴ്സ് വൈസ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം ഇപ്പോൾ എല്ലാ സാംസങ് യൂസേഴ്സ് ഓൾറെഡി സാംസങ് S10 Note 10 ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. ബിക്സ്ബിയുടെ കോൾ അസിസ്റ്റൻ്റ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ബിക്സ്ബിനെ കൊണ്ട് നമ്മുടെ കോൾ എടുത്തിട്ട് സംസാരിപ്പിക്കാൻ പറ്റും. എന്നിട്ട് അവർ പറയുന്ന കാര്യം ബിക്സ്ബി തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അത് ഇംഗ്ലീഷിലേ വർക്ക് ആവുള്ളൂ. എൻ്റെ ഒരു വർക്കിംഗ് പെർസ്പെക്റ്റീവ് വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് വന്നു. രണ്ടാമത്തെ കാര്യം, കോൾ റെക്കോർഡ് ചെയ്യുന്നു എന്ന് കോൾ ചെയ്യുന്ന ആൾക്ക് അറിയാതെ തന്നെ കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ഹാൻഡി ഫീച്ചേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. പിന്നെ S Penൻ്റെ ഫീച്ചേഴ്സ്, S Pen ജസ്റ്റ് നിങ്ങൾ ഫോൺ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറിക്കണമെന്നുണ്ടെങ്കിൽ S Pen എടുക്കുക, നിങ്ങൾക്ക് ഇവിടെ എഴുതുന്ന സമയത്ത് കുറേ സൗണ്ടൊക്കെ കേൾക്കും. അതൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ S Pen ആകെ ഉപയോഗിക്കുന്നത് സെൽഫി എടുക്കാനാണ്. S Penൻ്റെ അകത്തുള്ള ഒരു ബട്ടൺ വെച്ചിട്ട് നമുക്ക് ഷട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെൽഫി എടുക്കാൻ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ, ടേക്ക് കെയർ, ബൈ.